ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഹണി ബീസ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീൻ എന്നുള്ള നമ്മുടെ ചാപ്റ്ററിന്റെ ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ബാക്ക് ടു ഗ്രീൻ എന്നുള്ള ചാപ്റ്ററിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതേപോലെ മറ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി, മറ്റ് സബ്ജക്റ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്, തുടർച്ച തന്നെയാണ്. ബാക്ക് ടു ഗ്രീൻ എന്നുള്ള പാഠം എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ യൂണിറ്റിന്റെ റീഡ് ആൻഡ് റീജോയ്സ്, നമ്മുടെ ഹണി ഡ്രോപ്സ് എന്നുള്ള ഒരു പുതിയൊരു സെക്ഷൻ ഇല്ലേ, അതിലെ എ ജംഗിൾ റൈഡ് എന്നുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ജംഗിൾ റൈഡ് എന്നുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ്. നമ്മുടെ പേജ് നമ്പർ 53, 53 എ ജംഗിൾ റൈഡ്. കണ്ടോ, ഹണി ഡ്രോപ്സ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ തുടർച്ചയാണിത്. റീഡ് ആൻഡ് റീജോയ്സ് എ ജംഗിൾ റൈഡ്. ജംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? കാട് അല്ലെ. ജംഗിൾ എന്ന് വെച്ചാൽ കാട്. നമ്മൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ജംഗിൾ എന്ന് വെച്ചാലും കാട് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഫസ്റ്റ് എന്താ കാണുന്നത് ചിത്രത്തില്? ഇത് ഏത് അനിമലാണ്? ഇതൊരു അനിമലാണ്. ഓക്കെ, ഇത് എവിടെയാണ് ഈ അനിമൽ നിൽക്കുന്നത്? ജംഗിളില്, കാട്ടിലാണ് അല്ലെ. ഈ അനിമലിന്റെ പേരെന്താണ്? ഇത് കരടിയാണ് കേട്ടോ. കരടിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ബിയർ. ഓക്കെ, എന്താ പറയാ? ബിയർ. ബിയർ. കണ്ടോ, ഇതവിടെ ബിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ബിയർ എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? ഇതാണ് ബിയർ. BEAR, ബിയർ. ഓക്കെ, ഇതാ. അപ്പൊ എന്താണ് ബിയർ എന്ന് വെച്ചാല്? കരടി. ഓക്കെ, ഇതാണ് ബിയർ എന്നുള്ള വേർഡ്. ബിയർ എന്ന് വെച്ചാൽ കരടി. ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കുന്ന അനിമലിന്റെ പേര് ബിയർ ആണ്. ബിയർ എന്താ ചെയ്യുന്നത്? എ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. ഒരു ബിയർ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, വാക്ക് വെച്ചാൽ നടക്കുകയാണ്. ഏതിലൂടെ നടക്കുന്നത്? ജംഗിളിലൂടെയാണ് കേട്ടോ. കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് എന്ത് കണ്ടത്? എന്തോ ഒന്ന് കണ്ടു. കണ്ടോ? അപ്പൊ നമ്മുടെ ബിയർ എന്തോ ഒന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സ്വയം ചോദിക്കുകയാണ്. എന്തോ ഒരു സംഭവം കണ്ടു. ബിയർ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? നമുക്ക് നോക്കാം എന്താന്ന്. അപ്പൊ അവിടെ ഉള്ള മറ്റ് അനിമൽസ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ബിയർ. ഇതാരാണ്? ഫോക്സ് അല്ലെ, കുറുക്കനാണ്. അപ്പൊ കുറുക്കൻ എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ ഫോക്സും ആ സംഭവം കണ്ടിട്ടില്ല. അപ്പൊ ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ന് പറയാണ്. ആരാ പറയുന്നത്? നമ്മുടെ ഫോക്സ് പറയാണ്. അപ്പൊ പിന്നെ അടുത്ത ആള് വന്നു. അടുത്ത ആളാ വന്നിരിക്കുന്നത്? എലിഫന്റ്. അപ്പൊ ഈ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? ഏതൊക്കെ അനിമൽസാ ഉള്ളത്? നമ്മുടെ ബിയർ ഉണ്ട്, ഫോക്സ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്. പിന്നെ 2 ബേർഡ്സ്. കണ്ടോ, കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എലിഫന്റ് പറയാണ്, എലിഫന്റിന് സംഭവം മനസ്സിലായി. എന്താണ് അവിടെ ഉള്ളത് എന്നത് മനസ്സിലായി. എന്താ ഉണ്ടായിരുന്നത്? ഒരു കാർ ആയിരുന്നു അല്ലെ. അപ്പൊ എലിഫന്റ് എന്ത് പറയാണ്? ഇറ്റ് ഈസ് എ കാർ. അതൊരു കാറാണ്. അതാണ്ടോ ചിത്രത്തിൽ കാണുന്നില്ലേ? അതൊരു കാറാണ്. കാർ എന്നുള്ളത് നമ്മളെ കാറിനെ കുറിച്ചൊക്കെ നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കാറിന്റെ സ്പെല്ലിംഗ് എന്താണ്? CAR, കാർ. അപ്പൊ നമ്മൾ റെഡ് കാറിനെ കുറിച്ച് നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ കാറിന്റെ സ്പെല്ലിംഗ് എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? CAR, കാർ. അപ്പൊ അതെന്താണ്? കാറാണ്. അപ്പൊ കാറിനെ തിരിച്ചറിഞ്ഞത് ആരാണ്? എലിഫന്റ് അല്ലെ. എലിഫന്റിന് മനസ്സിലായി. നമ്മുടെ ബിയറിനും ഫോക്സിനും ഒരു കാറാണെന്ന് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ എലിഫന്റിന് മനസ്സിലായി, ഇറ്റ് ഈസ് എ കാർ. പക്ഷെ ആ കാർ നോക്കിക്കേ, കാറിന് എന്താ പ്രശ്നം? കാറിൽ ഒന്നുമില്ല. അതായത് കാറിന് വീൽസ് ഇല്ല, ഹോൺ ഇല്ല, ലൈറ്റ് ഇല്ല. കേട് വന്ന കാറാണ് കേട്ടോ. നല്ല പുതുപുത്തനായിട്ടുള്ള കാറൊന്നും അല്ല. കേട് വന്ന പഴകിയ അതിൽ ആവശ്യമുള്ള സാധനം, അത് വീൽസും ലൈറ്റും ഹോണും ഒന്നുമില്ല. കേട് വന്ന കാറായിരുന്നു അത്. അപ്പൊ അവര് പറയാണ്, ഇറ്റ് ഹാസ് നോ വീൽസ്. എന്താ വീൽസ് വെച്ചാല്? ചക്രങ്ങളില്ല. നോ ഹോൺ ഇല്ല. നോ ലൈറ്റ്സ് ഇല്ല. നോക്കിക്കേ, ഈ 3 വാക്കുകൾ നിങ്ങൾ പഠിച്ച വാക്കുകളല്ലേ? 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയല്ലേ ഇത്? വീൽസ്, ലൈറ്റ്സ്, ഹോൺ. അപ്പൊ ഇതൊന്നും തന്നെ ഈ കാറിനില്ല അല്ലെ. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഹൂ വിൽ റിപ്പയർ ദ കാർ? ആരാണ് കാർ റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ശരിയാക്കുക. ഓക്കെ, അതിന്റെ വീൽസും ലൈറ്റും ഹോൺ എല്ലാം വെച്ച കാറിന് ആരാണ് റിപ്പയർ ചെയ്യുക? ഹൂ വിൽ റിപ്പയർ ദ കാർ? റിപ്പയർ വെച്ചാൽ വീണ്ടും പഴയപടി ശരിയാക്കുക അല്ലെ. കേടുപാടുകളൊക്കെ മാറ്റി ശരിയാക്കാൻ പോകുന്നത് ആരാണ്? അപ്പൊ നമ്മുടെ
എലിഫന്റ് ആരോട് ചോദിക്കുകയാണ്? മങ്കിയോട് ചോദിക്കുകയാണ് അല്ലെ. ഏത് അനിമലാണ്? മങ്കി ആരാണ്? നമ്മുടെ എന്താണ്? മെക്കാനിക് ആണ്. വണ്ടികളൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ശരിയാക്കി തരുന്നത് ആരാണ്? മെക്കാനിക് ആണ് അല്ലെ. അപ്പൊ മെക്കാനിക് ആണ് നമ്മുടെ മങ്കി. മങ്കീന്റെ ഇതുണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? മങ്കീന്റെ വർക്ക്ഷോപ്പ് ആണത്. അപ്പൊ മങ്കിയുടെ കയ്യിൽ കണ്ടോ ടൂളൊക്കെ ഉണ്ട് അല്ലെ, വണ്ടിയൊക്കെ ശരിയാക്കുന്ന ടൂൾസ് ഒക്കെ ഉണ്ട്. മങ്കിയോട് എലിഫന്റ് ചോദിക്കുകയാണ്, ക്യാൻ യു റിപ്പയർ ദ കാർ? എങ്ങനെ ചോദിക്കുക? അതായത് കാറ് റിപ്പയർ ചെയ്ത് തരുമോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ യു റിപ്പയർ ദി കാർ എന്ന് മങ്കിയോട് ചോദിച്ചു. ആരാ ചോദിച്ചത്? എലിഫന്റ് ചോദിക്കുകയാണ് അല്ലെ. എലിഫന്റ് മങ്കിയോട് ചോദിക്കുകയാണ്, ക്യാൻ യു റിപ്പയർ ദ കാർ? അപ്പൊ മങ്കി എന്ത് പറഞ്ഞു? മങ്കി സമ്മതിച്ചോ? അതെ, മങ്കി സമ്മതിച്ചു. യെസ് ഐ ക്യാൻ, ചെയ്യാം, ഞാൻ ചെയ്തു തരാം എന്ന് നമ്മുടെ മങ്കി സമ്മതിച്ചു. അങ്ങനെ റിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ? ഓയിലും അതുപോലെ നമ്മുടെ ടൂൾ ബോക്സ് ഒക്കെ ആയിട്ട് ഇവര് കാറിന്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. കണ്ടോ, ഓയിലാണ് ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഓയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് ടൂൾ ബോക്സ്, ഇതൊക്കെ ആയിട്ട് കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മങ്കീനെയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ആരാ പോകുന്നത്? നമ്മുടെ എലിഫന്റ് പറയാണ്, ലെറ്റ് us go, നമുക്ക് പോവാം അല്ലെ. നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്തു? എലിഫന്റ് മങ്കീനെയും കൂട്ടി കാറിന്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മങ്കി എന്ത് ചെയ്തു? കാറിലെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി. ലൈറ്റ് ഒക്കെ വെച്ചു, വീൽസ് വെച്ചു, അങ്ങനെ എല്ലാം ശരിയാക്കി കാറിന് എന്ത് ചെയ്തു? റെഡിയാക്കി കൊടുത്തു. ദ കാർ ഈസ് റെഡി, കാറ് റെഡിയായി. ഇപ്പൊ ഏതൊക്കെ അനിമൽസ് ഉണ്ട് ചിത്രത്തില്? നമ്മുടെ മങ്കി ഉണ്ട്, ബിയർ, എലിഫന്റ്, ഫോക്സ്, റാബിറ്റ്. ഇതേത് അനിമലാണ്? നേരെ നോക്കിക്കേ, അനിമലിന്റെ നോക്കൂ. അനിമലിന്റെ നെക്ക് വളരെ നീണ്ട നെക്കാണ്. നെക്ക് എന്ന് വെച്ചാൽ കഴുത്ത്, നല്ല നീളൻ കഴുത്തുള്ള അനിമൽ ഏതാണ്? ജിറാഫ്. ഇതേത് അനിമലാണ്? ജിറാഫ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഏതൊക്കെ അനിമൽ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട്? നമുക്ക് നമ്മുടെ ജിറാഫ്, നമ്മുടെ എലിഫന്റും ബിയറും മങ്കിയും ഫോക്സും നമുക്ക് മനസ്സിലായി, നമുക്ക് കണ്ടു. നമ്മൾ ഈ ചിത്രത്തിൽ പുതിയതായിട്ട് 2 അനിമൽസും കൂടി ഉണ്ട്, റാബിറ്റും അതേപോലെ ജിറാഫും. അങ്ങനെ നമ്മുടെ കാറൊക്കെ റെഡിയായി. അപ്പോഴാണ് നമ്മുടെ എന്ത് ചോദിക്കുന്നത്? നമ്മുടെ ബിയർ ചോദിക്കുകയാണ്, നൗ ഹു വിൽ പെയിന്റ് ദ കാർ? അപ്പൊ പെയിന്റ് ഒക്കെ ഇളകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കാർ ഒന്ന് പെയിന്റ് ചെയ്യണം. അപ്പൊ ആരാണ് കാർ പെയിന്റ് ചെയ്യുക എന്ന് നമ്മുടെ ബിയർ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഫോക്സ് ചോദിക്കുകയാണ്, ബട്ട് വേർ ഇസ് ദ പെയിന്റ്? പക്ഷെ പെയിന്റ് എവിടെ? പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് വേണ്ടേ അല്ലെ. പെയിന്റ് അടിക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ലല്ലോ, പെയിന്റും വേണ്ടേ. അപ്പൊ നമ്മുടെ ഫോക്സ് ചോദിക്കുകയാണ്, ബട്ട് വേർ ഇസ് ദ പെയിന്റ്? പക്ഷെ പെയിന്റ് എവിടെ? അപ്പൊ പെയിന്റ് ആരടിക്കുമെന്ന് ചോദിച്ചു. നമ്മുടെ ബിയർ ചോദിക്കുകയാണ്, ഹു വിൽ പെയിന്റ് ദ കാർ? ആര് പെയിന്റ് അടിക്കുമെന്ന് ചോദിച്ചപ്പോ എലിഫന്റ് എന്ത് പറഞ്ഞു? ഐ വിൽ, ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഫോക്സ് ചോദിക്കുകയാണ്, ബട്ട് വേർ ഇസ് ദ പെയിന്റ്? പക്ഷെ പെയിന്റ് എവിടെ? അപ്പോഴേക്കും നമ്മുടെ പാരറ്റ്സ് വന്നു. ഇത് ഏത് ബേർഡാണ്? പാരറ്റ്സ് അല്ലെ. എത്ര പാരറ്റ്സ് ഉണ്ട്? 2 പാരറ്റ്സും എന്തും കൊണ്ടാ വരുന്നത്? പെയിന്റും കൊണ്ട് വരികയാണ്. ഏത് നിറത്തിലുള്ള പെയിന്റ് ആണ്? റെഡ് അല്ലെ. റെഡ് കളർ പെയിന്റിംഗ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ റെഡിന്റെ സ്പെല്ലിംഗ് പഠിച്ചില്ലേ? എല്ലാ കൂട്ടർക്കും റെഡിന്റെ സ്പെല്ലിംഗ് ഓർമ്മയുണ്ടോ? എന്താ റെഡിന്റെ സ്പെല്ലിംഗ്? എന്താ? RED. എന്താണ്? റെഡ്. അപ്പൊ ഏത് നിറത്തിലുള്ള പെയിന്റിംഗ് കൊണ്ടാണ് വരുന്നത്? റെഡ് നിറത്തിലുള്ള പെയിന്റിംഗ് കൊണ്ട് ആണ് വരുന്നത് അല്ലെ. നമ്മുടെ പാരറ്റ്സ് എന്താ പറയുന്നത്? ഹിയർ ഈസ് ദ പെയിന്റ്, ഇതാ പെയിന്റ് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? പെയിന്റ് കൊണ്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ എലിഫന്റ് എന്താ ചെയ്യുന്നത്? തുമ്പിക്കൈയിൽ പെയിന്റ് നിറച്ചിട്ട് കാറിൽ മുഴുവൻ പെയിന്റ് അടിച്ചു അല്ലെ. നല്ല ഭംഗിയാക്കി. അത് നമ്മുടെ ബിയർ പറയാണ്, യു പെയിന്റ് വെൽ, നീ നന്നായി പെയിന്റ് അടിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പൊ എലിഫന്റ് എന്ത് പറഞ്ഞു? ഓ താങ്ക് യു. അങ്ങനെ നമ്മുടെ എലിഫന്റ് കാറിന് എന്ത് ചെയ്തു? പെയിന്റ് അടിച്ചു. അങ്ങനെ നമ്മുടെ ആരൊക്കെ കാറിന്റെ അകത്തിരിക്കുന്നത്? ആരൊക്കെയാണ്? ബിയർ ഉണ്ട്, മങ്കി ഉണ്ട്, നമ്മുടെ ഫോക്സ് ഉണ്ട്, മുന്നിലായിട്ട് 2 ബേർഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് നമ്മുടെ ഫോക്സ് എന്താ പറയുന്നത്? സ്റ്റാർട്ട് ദ കാർ. ആരാ വണ്ടി ഓടിക്കാനിരിക്കുന്നത്? ആരാണ്? ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ആരാ? ബിയർ ആണ് അല്ലെ. അപ്പൊ ബിയറിനോട് പറയാണ്, സ്റ്റാർട്ട് ദ കാർ, സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്യൂ. മങ്കി എന്ത് പറയുന്നു? കം ലെറ്റ് us go, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവര് 3 ആളും കൂടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ബേർഡ്സും ഉണ്ട്. അതിന് പിന്നെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കൂ? ബിയറും ഫോക്സും ബേർഡ്സ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ ബേർഡ്സ്, നമ്മുടെ പാരറ്റ്സ് ഇല്ലേ, 2 പാരറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ജിറാഫും കയറിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആരും കൂടി കയറാൻ പോകുന്നത്? ഇവര് ഞെട്ടി നിൽക്കുകയാണ് അല്ലെ. 2 ചിഹ്നം. ഇതെന്താ? നമ്മൾ ഞെട്ടി
ഞെട്ടിപ്പോകുമ്പോൾ നമ്മളെ പെട്ടെന്ന് അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ചിഹ്നങ്ങളാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഞെട്ടിപ്പോയത്? എന്തുകൊണ്ടാ പെട്ടെന്ന് ഇവർ ഞെട്ടാൻ കാരണം എന്താ? നമ്മുടെ എലിഫന്റും പറഞ്ഞു മീ ടു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എലിഫന്റ് വണ്ടീന്റെ അകത്ത് കയറാൻ പോവാണ്. അതാണ് ഇവർ പേടിച്ചു പോയത്. ഇതിൽ എന്ത് സംഭവിക്കും? എലിഫന്റ് വണ്ടിക്കകത്ത് കയറാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ മീ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലിഫന്റും എന്ത് ചെയ്യാണ്? വണ്ടിക്കകത്തേക്ക് വരികയാണ്, കയറാൻ വരികയാണ്. അങ്ങനെ നമ്മുടെ അവരെന്ത് ചെയ്തു? കാട്ടിലെ ജംഗിളിൽ നിന്ന് കിട്ടിയ ഒരു കാറിനെ എല്ലാവരും കൂടെ ആ കാറിനെ റിപ്പയർ ചെയ്തെടുത്തു. പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? എല്ലാവരും കൂടെ സന്തോഷത്തോടെ പോവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ലാസ്റ്റ് പേജിൽ ഒരു ചോദ്യമുണ്ട്. ഹു സെഡ് ദാറ്റ് കണക്ട് ദ പിക്ചേഴ്സ് ആൻഡ് ഡയലോഗ്. ഇവിടെ നമ്മുടെ 5 അനിമൽസിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഡയലോഗ്, അവർ പറഞ്ഞ ഡയലോഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആരാണ് കറക്റ്റ് ഇത് പറഞ്ഞത്? അതിലേക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യുക, ചിത്രത്തോട് മാച്ച് ചെയ്യാം. ഏതൊക്കെ അനിമൽസ് ആണ് ചിത്രത്തിലുള്ളത്? ഫോക്സ്, മങ്കി, ബിയർ, പാരറ്റ്സ്, അതേപോലെ എലിഫന്റ്. ഓക്കെ, ഇവിടെ എന്താണ്? ഹിയർ ഇസ് ദ പെയിന്റ്. ഇതാ പെയിന്റ് എന്ന് പറഞ്ഞത് ഏത് അനിമലാ? നമ്മുടെ പാരറ്റ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ പാരറ്റിനെ കണ്ടോ? ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തു. അടുത്തത് എന്താ? ക്യാൻ യു റിപ്പയർ ദ കാർ? കാർ റിപ്പയർ ചെയ്യുമോ എന്ന് ചോദിച്ചത് ആരാ? എലിഫന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എലിഫന്റിലേക്ക് മാച്ച് ചെയ്യുക. ദ കാർ ഇസ് റെഡി. കാർ റെഡി ആയി എന്ന് പറഞ്ഞത് ആരാണ്? മങ്കി. മങ്കിയിലേക്ക് മാച്ച് ചെയ്തു. അടുത്തത് വേർ ഇസ് ദ പെയിന്റ്? പെയിന്റ് എവിടെ എന്ന് ചോദിച്ചത് ആരാ? ഫോക്സ് ആണ് അല്ലെ. അടുത്തത് ലാസ്റ്റ് വൺ, യു പെയിന്റ് വെൽ. നീ നന്നായി പെയിന്റ് ചെയ്തു പറഞ്ഞത് ആരാണ്? ബിയർ. ബിയർ. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്താണ് അനിമൽസിനൊക്കെ മനസ്സിലായി? ഏതൊക്കെ അനിമൽസ് ആണ് മനസ്സിലായി? ഇത് ഫോക്സ്, അതുപോലെ മങ്കി, ബിയർ, പാരറ്റ്സ്, ഇതാരാ? എലിഫന്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹണി ഡ്രോപ്സിൽ നമ്മുടെ പിക്ചർ സ്റ്റോറി. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള നമ്മുടെ യൂണിറ്റിന്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതേപോലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബീഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള യൂണിറ്റ് വായിച്ചതിന് ശേഷം, നന്നായി റീഡ് ചെയ്തതിന് ശേഷം അതും കാണണം. എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.